നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പണത്തെ നമ്മളിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരുവാനുള്ള ഒരു അത്ഭുത സ്വിച്ച് വേർഡിനെ കുറിച്ചും അതുപോലെ നമ്മൾ 11 ദിവസം തുടർച്ചയായിട്ട് നമ്മുടെ കൈകളിൽ വരയ്ക്കേണ്ട ഒരു ചിഹ്നത്തെക്കുറിച്ചുമാണ്. ഈ ചിഹ്നം, സ്വിച്ച് വേർഡ് എന്നെല്ലാം പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് റിസൾട്ട് ലഭിക്കുന്നതാണോ എന്ന് പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്. പല വീഡിയോകളിലൂടെയും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ന്യായമായ കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പണ ആവശ്യങ്ങൾ ന്യായമായതാണ് എന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടു കൂടി ചൊല്ലുന്ന ഏതൊരു മണി അട്രാക്ഷൻ സ്വിച്ച് വേർഡുകളും നമ്മുടെ ജീവിതത്തിൽ വലിയ തോതിൽ മാറ്റം കൊണ്ടുവരുന്ന ഒന്നാണ് എന്നുള്ള കാര്യം. നമ്മളിൽ പലരും പല സന്ദർഭങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ്, ശമ്പളം കിട്ടി ഒരാഴ്ച അല്ലെങ്കിൽ ഏറി വന്നാൽ ഒരു 10 ദിവസം 15 ദിവസത്തിനകം തന്നെ നമ്മുടെ കൈകളിലുള്ള പണമെല്ലാം ചിലവായി പോകുന്നു. ഒരു പക്ഷേ നമ്മൾ അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ചിലവാക്കുന്നത് എങ്കിലും ഇനി അഥവാ പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് വേണ്ടി ചിലവാക്കിയതാണ് എന്ന് പറയുന്നവരാണെങ്കിലും നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊന്നും തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല. മറിച്ച് പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ ചിലവുകൾക്ക് വേണ്ടിയാണ് ഈ തുക ചിലവാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള പണങ്ങൾ ഒരുപാടുണ്ടാകും. അതായത് ലോണുകൾ, ചിട്ടികൾ, EMI, വാടക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതെല്ലാം അവിടെ തന്നെ നിൽക്കുകയും ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശമ്പള പൈസ എല്ലാം തന്നെ ചിലവായി പോകുകയും ചെയ്യുന്നു എന്ന് പലരും പറയുന്ന ഒരു കാര്യമാണ്. അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പണം തങ്ങി നിൽക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. ഇങ്ങനെ പണം തങ്ങി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ, ധനവരവ് വരുന്നില്ല, നമ്മുടെ കയ്യിൽ എത്ര സമ്പാദിച്ചാലും നമ്മുടെ കൈ ഓട്ടക്കൈയാണ് എന്നെല്ലാവരും പല സന്ദർഭങ്ങളിലും പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണെങ്കിലും ഇനി അഥവാ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഒരാൾക്ക് പണം കടമായി കൊടുത്തു, സഹതാപത്തിൻ്റെ പേരിൽ കൊടുത്തതാണ്, പക്ഷേ ഇതുവരെയും എനിക്ക് തിരികെ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നവർ, ഇനി അഥവാ ഇതൊന്നുമല്ല എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ, അതുമാത്രമല്ല ഒരുപാട് വർഷമായിട്ട് ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്, എനിക്ക് ശമ്പള വർധനവില്ല അല്ലെങ്കിൽ ശമ്പള ബാലൻസ് കിടപ്പുണ്ട്, അത് തന്നു തീർക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ചൊല്ലേണ്ട സ്വിച്ച് വേർഡാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് ഈ ഒരു മാസത്തിൽ മാത്രം പറയേണ്ട ഒന്നാണ്. അതായത് ഫെബ്രുവരി മാസത്തോടനുബന്ധിച്ചു വരുന്ന ഒരു മണി മാഗ്നറ്റ് സ്വിച്ച് വേർഡാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത്. 11 ദിവസമാണ് ഈ സ്വിച്ച് വേർഡ് തുടർച്ചയായി നമ്മൾ ചൊല്ലുകയോ എഴുതാൻ ആഗ്രഹിക്കുന്നവർ എഴുതുകയോ ചെയ്യേണ്ടത്. ഇതിനോടൊപ്പം നമ്മൾ നമ്മുടെ കൈകളിൽ ഒരു ചിഹ്നവും വരയ്ക്കേണ്ടതാണ്. ഇത് മാത്രമാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ഇത് പൂർണ്ണമായും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും ഇതൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ്. പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ്, നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്തേണ്ട ഒന്നല്ല ഈ സ്വിച്ച് വേർഡും ഈ ഒരു ചിഹ്നവും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫെബ്രുവരി 28-നുള്ളിൽ 11 ദിവസം മുന്നേ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ്, എഴുതാവുന്നതാണ്. പക്ഷേ ഈ ചിഹ്നം എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ ഏതൊരു സന്ദർഭങ്ങളിൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ പണം ആവശ്യമുണ്ടോ ആ സാഹചര്യത്തിലെല്ലാം നമുക്ക് ഈ ചിഹ്നം നമ്മുടെ കൈകളിൽ വരയ്ക്കാവുന്നതാണ്. ഇത് എങ്ങനെ എപ്പോഴാണ് വരയ്ക്കേണ്ടതെന്ന് ഞാൻ ഇവിടെ പറയാം. അതായത് എല്ലാ സ്വിച്ച് വേർഡുകളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും നമ്മൾ ചെയ്യുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു സമയത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അത് ഒന്നുകിൽ രാവിലെ ഉണർന്ന ഉടൻ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ. ഈ 2 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം. നമ്മുടെ പണ ആവശ്യങ്ങൾ എത്രയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫെബ്രുവരി മാസത്തിനകം നമുക്ക് എത്ര രൂപ കിട്ടിയാൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടുമെന്ന് നമ്മൾ ന്യായമായ തുക ആഗ്രഹിച്ച് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടതാണ്. നമ്മൾ ഇപ്പോൾ ഒരു 50,000 രൂപ ശമ്പളം വാങ്ങിക്കുന്നവരാണെങ്കിൽ എനിക്ക് ഈ മാസം 10 ലക്ഷം വേണം എന്ന് പറഞ്ഞാൽ ഉറപ്പായും അത് കിട്ടില്ല. ഇനി കൊടുത്തു വെച്ച പണമുണ്ട്, അത് തിരികെ കിട്ടിയാൽ മതി എന്നാണെങ്കിൽ അത് കിട്ടാൻ സാധ്യതകൾ ഏറെയാണ്. പക്ഷെ നമ്മൾ അത് ചിന്തിക്കാതെ എനിക്ക് ഈ സ്വിച്ച് വേർഡ് ചൊല്ലുന്നത് മുഖാന്തരം 10 ലക്ഷം രൂപ കിട്ടും, എനിക്ക് ഈ ഏഞ്ചൽ നമ്പർ വരയ്ക്കുന്നതിലൂടെയോ ചൊല്ലുന്നതിലൂടെയോ കാണുന്നതിലൂടെയോ എനിക്ക് 10 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങളിത് ചെയ്യരുത്. ആവശ്യമായ നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ അർഹതപ്പെട്ട ന്യായമായ തുകകളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, മനസ്സിൽ വിചാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ 100% ഉറപ്പ് പറയാം ആ തുക നമുക്ക് ഈ മാസം 28-നകം വന്നു ചേരുന്നതായിരിക്കും. ശ്രമിച്ചു നോക്കാൻ എന്ന് കരുതി നിങ്ങളിത് ചെയ്യേണ്ട. വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ പരിപൂർണമായ ഫലം ഉറപ്പാണ്.
ഇനി ആദ്യം പറഞ്ഞതുപോലെ രാത്രിയോ രാവിലെയോ അല്ലെങ്കിൽ നമുക്ക് രാവിലെ ഉണർന്ന ഉടൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ ആവശ്യമായ തുക നമ്മുടെ മനസ്സിൽ കരുതിക്കൊണ്ട് പച്ച നിറത്തിലുള്ള മഷിയുള്ള ഒരു പേന നമ്മൾ എടുക്കാവുന്നതാണ്. പച്ച നിറം എന്ന് പറയുന്നത് പണത്തെ അട്രാക്റ്റ് ചെയ്ത് നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു നിറം. അതിനോടൊപ്പം തന്നെ കുബേര ഭഗവാന്റെ പ്രിയപ്പെട്ട നിറം. ഇതെല്ലാം നമുക്ക് ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ആ ഒരു പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കുക. ഇനി അഥവാ അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇതില്ല എന്ന് നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷൻ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രം നീല നിറം നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഈ 2 നിറത്തിലുള്ള മഷിയുള്ള പേന ഏതെങ്കിലും ഒന്ന് എടുത്ത് നമ്മുടെ ഇടതു കൈയിൽ നമ്മുടെ പെരുവിരലിനു താഴെ വരുന്ന ശുക്രമേട്ടിൽ ഇതുപോലുള്ള ഒരു ചിഹ്നം നമുക്ക് വരയ്ക്കാവുന്നതാണ്. അതായത് ആ ആരോ മാർക്ക് നമുക്ക് മുകളിലേക്ക് നോക്കി വരയ്ക്കാം. ഇങ്ങനെ നമുക്ക് വരച്ച് വെക്കാവുന്നതാണ്. വെറുതെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. മനസ്സിൽ നമുക്ക് ആവശ്യമായ തുക കരുതിക്കൊണ്ട് ഇതുപോലുള്ള ഈ ചിഹ്നം നമ്മുടെ ഇടതു കൈയുടെ പെരുവിരലിനു താഴെ ശുക്രമേട്ടിൽ നമുക്ക് വരയ്ക്കാം. പിന്നീട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ ഒരു 10 മിനിറ്റ്, അതായത് ഒരു നിശബ്ദമായ സ്ഥലത്തിരുന്നു കൊണ്ട് വേണം നമുക്കിത് ചൊല്ലുവാനായിട്ട്. 10 മിനിറ്റ് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമുക്ക് ആവശ്യമായ പണം നമ്മളിലേക്ക് വന്നു ചേർന്നതായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ആ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് ഇതാണ്: ഫെബ്രുവരി പുൾ മണി ഇൻ ഫുൾ. ഫെബ്രുവരി പുൾ മണി ഇൻ ഫുൾ. ഫെബ്രുവരി പുൾ മണി ഇൻ ഫുൾ. ഈ സ്വിച്ച് വേർഡാണ് നമ്മൾ എഴുതുകയോ ചൊല്ലുകയോ ചെയ്യേണ്ടത്. കുറഞ്ഞത് ഒരു 10 മിനിറ്റ് സമയം നമുക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടി മാറ്റി വയ്ക്കാവുന്നതാണ്. കണ്ണുകൾ അടച്ച് നമുക്ക് ആവശ്യമായ തുകകൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ഈ ചിഹ്നം വരച്ചിട്ടുണ്ട്. അതിന് ശേഷമായിരിക്കണം ഈ ഒരു സ്വിച്ച് വേർഡ് നമ്മൾ ചൊല്ലേണ്ടത്. 10 മിനിറ്റ് നമ്മൾ ഒരു ധ്യാന രീതിയിൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഒരു സ്ഥലത്ത് മാത്രം, അതായത് പണത്തിൽ മാത്രം വെച്ചതിന് ശേഷം നമുക്ക് ഈ ഫെബ്രുവരി പുൾ മണി ഇൻ ഫുൾ എന്നുള്ള സ്വിച്ച് വേർഡ് തുടർച്ചയായിട്ട് ചൊല്ലാം. എത്ര പ്രാവശ്യം, അതുപോലെ നമ്മൾ എന്താണ് കോൺസെൻട്രേഷൻ മാറുന്നത് വരെ ചൊല്ലണോ എങ്ങനെയല്ല, വെറും 10 മിനിറ്റ് നമുക്ക് ഇത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കാവുന്നതാണ്. ഇത് ചൊല്ലുന്ന സമയത്ത് നമ്മുടെ പണം, നമുക്ക് ആവശ്യമായ തുകകൾ നമ്മളെ തേടി വരുന്നത് പോലെ നമ്മൾ മാനസികമായി സങ്കല്പിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി നിങ്ങളിത് ചൊല്ലിക്കൊണ്ടിരിക്കാം. ഇനി എഴുതാൻ ആഗ്രഹിക്കുന്നവരാണ് ഒരു പേജ് മുഴുവൻ, ഒരു നോട്ട് പുസ്തകത്തിൻ്റെ ഒരു പേജ് മുഴുവൻ നമുക്ക് എഴുതാവുന്നതാണ്. എഴുതുമ്പോൾ പച്ച നിറം ഉപയോഗിച്ചാൽ വളരെയധികം നല്ലത്. ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് 11 ദിവസവും ചെയ്യുക. ഒരു ദിവസം വിട്ടുപോയി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിതിന് ഫലമില്ല എന്ന് തന്നെ ഞാൻ പറയാം. കാരണം ഇത് നമ്മൾ വെറും 11 ദിവസം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിനിടയിൽ ഞാൻ വിട്ടുപോയി, മറന്നുപോയി എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾക്കൊരു നോട്ട് പാഡിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ഏത് സമയത്ത് ചെയ്യണം, ഏത് സമയത്താണ് നമ്മളിത് എഴുതേണ്ടത് എന്ന് നോട്ട് പാഡിൽ നമ്മൾ ഒരു അലാറം പോലെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിമൈൻഡ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വരും. കാരണം ഇത് വിട്ടുപോയാൽ നമ്മൾ ചെയ്തതിൻ്റെ ആ ഒരു പരിപൂർണമായ ഫലം നമുക്ക് കിട്ടില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇനി അതുപോലെ ആ സിമ്പൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കൈകളിൽ വരയ്ക്കാം. പക്ഷേ നമ്മൾ ഈ ഫെബ്രുവരി മാസം മുഴുവൻ ഇത് വരയ്ക്കുന്ന സമയത്ത് ഇത് വരച്ചു കഴിഞ്ഞ ഉടനെ ഈ ഒരു സ്വിച്ച് വേർഡും നമ്മൾ ചൊല്ലേണ്ടതാണ്. ഒരു തരി പോലും സംശയം ഇല്ലാതെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം നമുക്ക് ആവശ്യമായതെല്ലാം നമ്മളിലേക്ക് എത്തിക്കുമെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാം, നമുക്ക് ആവശ്യമായ തുകകൾ നമ്മളെ തേടി വരും എന്നുള്ള കാര്യം. ഇനി ഞാൻ വേറെ പല സ്വിച്ച് വേർഡുകളും ചൊല്ലുന്നുണ്ട് അല്ലെങ്കിൽ മന്ത്രവാക്കുകൾ എഴുതുന്നുണ്ട് എന്ന് പറയുന്നവരാണെങ്കിലും ഇത് എഴുതുന്നതിലോ ചൊല്ലുന്നതിലോ തെറ്റില്ല എന്ന് തന്നെ പറയാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽക്ക് തന്നെ ചൊല്ലി തുടങ്ങാവുന്നതാണ്. നിങ്ങളുടെ ഇടത് കൈകളിൽ ഇത് വരയ്ക്കാവുന്നതാണ്. ഈ ചിഹ്നം വരയ്ക്കുമ്പോൾ ഒരൊറ്റ പ്രാവശ്യം വരച്ചാൽ മതി, തുടർച്ചയായിട്ട് വരയ്ക്കണമെന്നില്ല. ഒരു പ്രാവശ്യം വരച്ച് 10 മിനിറ്റോ 15 മിനിറ്റോ കഴിഞ്ഞ് നമ്മുടെ ഈ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം മാഞ്ഞു പോയാലും തെറ്റൊന്നും തന്നെയില്ല. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഫലം ഉറപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീക യാത്ര എന്ന നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അതുപോലെ തന്നെ പലരും ഇപ്പോൾ മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ്, 7 ചക്ര ബ്രേസ്ലെറ്റ്, അതുമാത്രമല്ല കരിങ്കാളി മാല, കരിങ്കാളി ബ്രേസ്ലെറ്റ് എന്നെല്ലാം എൻക്വയറീസ് നടത്തുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത എത്രയും ഓർഡറുകൾ നമുക്കിപ്പോൾ ഇതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും, നമ്മളോട് ഓർഡർ ചെയ്ത എല്ലാവർക്കും, ഇനി ഓർഡർ ചെയ്യുവാനിരിക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം.